കുവൈറ്റിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ നിൽക്കുന്ന ഏറ്റവും കൺഫ്യൂഷനിങ് പ്രോസസ്സാണ് കുവൈറ്റ് എംബസി അറ്റസ്റ്റേഷൻ. എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഫുൾ ടെൻഷൻ അടിച്ച് ചെയ്യാൻ നിൽക്കുക. അതിനെക്കുറിച്ച് ഫുൾ ക്ലാരിറ്റി നമുക്ക് കൊടുക്കാം. സോ കുവൈറ്റിൻ്റെ എംബസി അറ്റസ്റ്റേഷൻ ആണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ റീസെൻ്റ്ലി ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ നടക്കുന്ന ഒരു കൺട്രിയാണ് കുവൈറ്റ്. സോ അതിൽ നമുക്ക് 3 കാറ്റഗറി ഓഫ് ഡോക്യുമെൻറ്റ്സ് അറ്റസ്റ്റ് ചെയ്യാൻ പറ്റും. എഡ്യൂക്കേഷണൽ വരുന്നുണ്ട്, നോൺ എഡ്യൂക്കേഷണൽ, ദെൻ കൊമേഴ്ഷ്യൽ, അങ്ങനെ 3 കാറ്റഗറി ഓഫ് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ എല്ലാ പ്രൊഫഷണൽസിനും കുവൈറ്റിൻ്റെ ഈ ഒരു അറ്റസ്റ്റേഷൻ ചെയ്യാൻ പറ്റും. അവിടെ ഒരു സ്പെസിഫിക് പ്രൊഫഷണൽസിന് മാത്രമേ ചെയ്യാവൂ എന്നില്ല. അപ്പോൾ കുവൈറ്റിൻ്റെ എഡ്യൂക്കേഷണൽ കാറ്റഗറിയിൽ വരുമ്പോൾ അവിടെ നിങ്ങളുടെ മെയിനായിട്ടുള്ള എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്, അതിൻ്റെ ഫൈനൽ ഇയർ മാർക്ക് ഷീറ്റ് അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്റ്റ്, പിന്നെ പാസ്പോർട്ട് കോപ്പി, ഇത്രയാണ് നമ്മൾ ഒരു പാക്കേജ് ആയിട്ട് നമ്മൾ ഖത്തർ എംബസിയിലും ഇങ്ങനെയാണ് കൊടുക്കുന്നത്. അലോങ് വിത്ത് ദാറ്റ് അതുപോലെ തന്നെയാണ് ഇവിടെ എന്താ പറയുക കുവൈറ്റ് എംബസിയിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ SSLC, +2, ഡിഗ്രി, ഡിപ്ലോമ, IT അങ്ങനെയുള്ള എഡ്യൂക്കേഷണൽ പർപ്പസുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ ഡോക്യുമെൻസും ഈ കാറ്റഗറിയിൽ വരും. അപ്പോൾ ഒരു 25 വർക്കിംഗ് ഡേയ്സ് ആണ് മിനിമം ഡ്യൂറേഷൻ. പക്ഷേ ഇപ്പം കുവൈറ്റ് കുറച്ച് ലെങ്തി ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ പോയാൽ ഒരു 2 months ടൈമൊക്കെ അവിടെ എടുക്കുന്നുണ്ട്. റഷ് അപ്പം എംബസി ചിലപ്പോൾ, അതായത് എംബസി അക്സെപ്റ്റ് ചെയ്യുന്ന ഡോക്യുമെൻസിൻ്റെ എണ്ണം ഇപ്പോൾ വളരെ കുറവാണ്. വീക്ക്ലി കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ പോകുന്നുള്ളൂ. അതിൻ്റെ ഒരു ഇഷ്യൂ ആണ് അവിടെ വരുന്നത്. പിന്നെ നോൺ എഡ്യൂക്കേഷൻ ആകുമ്പോൾ നമ്മുടെ മാരേജ്, ബർത്ത്, പിന്നെ ഡെത്ത്, പിന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ നോൺ എഡ്യൂക്കേഷൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഹോം, MEA, കുവൈറ്റ് എംബസി, ഇതാണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. കേരളത്തിൽ നിന്ന് ഇഷ്യൂ ചെയ്ത ഡോക്യുമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ കേരള ഹോം, അത് കഴിഞ്ഞതിന് ശേഷം MEA അറ്റസ്റ്റേഷൻ, അതുകൊണ്ട് കുവൈറ്റ് എംബസി അറ്റസ്റ്റേഷൻ. അതർ സ്റ്റേറ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏത് സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിലെ ഹോം അറ്റസ്റ്റേഷൻ, MEA, കുവൈറ്റ് എംബസി അറ്റസ്റ്റേഷൻ. ഇതിന് പകരം നമുക്ക് SDM, MEA, കുവൈറ്റ് എംബസി അറ്റസ്റ്റേഷനും ചെയ്യാൻ പറ്റും. എഡ്യൂക്കേഷണൽ ഡോക്യുമെന്റ്സ് ആകുമ്പോഴേക്കും HRD MEA കുവൈറ്റ് അല്ലെങ്കിൽ SDM MEA കുവൈറ്റ്, അങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് കൊമേഴ്ഷ്യൽ ഡോക്യുമെന്റ്സ് ആണ്. അത് മുംബൈയിലുള്ള കുവൈറ്റിൻ്റെ കോൺസുലേറ്റ് വഴിയായിരിക്കും കൊമേഴ്ഷ്യലിൻ്റെ അറ്റസ്റ്റേഷൻ പോകുന്നത്. ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ അറ്റസ്റ്റേഷൻ ചെയ്ത് പിന്നെ MEA ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ കോൺസുലേറ്റ് അറ്റസ്റ്റേഷൻ വരുന്നത്. ഓക്കെ, അത് ഡിപ്പെൻഡ്സ് അപ്പോൺ എത്രത്തോളം ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, എങ്ങനെ അതിൻ്റെ ഡ്യൂറേഷൻ വരും എന്നൊക്കെ ഉള്ളത് ആ ടൈമിൽ നമുക്ക് അറിയാൻ പറ്റും. എഡ്യൂക്കേഷണലും നോൺ എഡ്യൂക്കേഷണലും നമുക്കൊരു അതിൻ്റെ ഡിപ്പെൻഡ്സ് അപ്പോൺ എംബസി ടൈമിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കിട്ടും. എന്നാലും ഒരുപാട് ഡ്യൂറേഷൻ അതിന് വരത്തില്ല. ഈ മെഡിക്കൽ പ്രൊഫഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു SLC തൊട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും അറ്റസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അതവിടെ നിന്ന് എംപ്ലോയർ പറയുന്ന റിക്വയർമെൻറ്റ് പോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ SLC, +2, എക്സ്പീരിയൻസ്, രജിസ്ട്രേഷന്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അതെല്ലാം നമുക്ക് മാൻഡേറ്ററി ആയിട്ട് ചെയ്യാൻ പറയുന്നുണ്ട് മെഡിക്കൽ പ്രൊഫഷണൽസിന് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട്. പിന്നെ എല്ലാവരും വിചാരിക്കും PCC മാൻഡേറ്ററി ആണ് കേട്ടോ, ഇപ്പോൾ ഭയങ്കര മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. പിന്നെ എംബസിയിൽ ഡയറക്റ്റ്ലി ഡൽഹിയിലെങ്ങാനും പോയി ഇത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അത് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. എപ്പോഴും ഒരു ട്രാവൽ ഏജൻസി വഴിയോ ഒരു കൺസൾട്ടൻസി വഴിയോ അപ്രോച്ച് ചെയ്യുമ്പോൾ കുറേയും കൂടി ഈസി ആയിരിക്കും. പിന്നെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ആണ് എപ്പോഴും നമ്മൾ അറ്റസ്റ്റേഷന് വിടുന്നത്, കോപ്പിയിലൊന്നും അറ്റസ്റ്റേഷൻ ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലീറ്റ്ലി അത് സേഫായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കൂടെ നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് വേണം യു നീഡ് ടു അപ്രോച്ച് എനി ഏജൻസി. അപ്പോൾ ഇത്രയാണ് കുവൈറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഫർദറായിട്ട് ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് നമ്മളിതിൽ അപ്ലോഡ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സൈഡ്സ് ഉണ്ടെങ്കിൽ അതും എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. മാക്സിമം നമ്മളതിനെ ഫോക്കസ് ചെയ്തിട്ട് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു, ബൈ.